തിരുവനന്തപുരത്ത് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത് നിക്ഷേപത്തുക തിരികെ ലഭിക്കില്ലെന്ന ഭയത്തെ തുടർന്നാണെന്ന് ഭാര്യ. തിരുവനന്തപുരം സ്വദേശി ആനാട് ശശിയുടെ ആത്മഹത്യയിലാണ് ഭാര്യ ലതയുടെ ആരോപണം. മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്ന ശശി ബാങ്ക് പ്രസിഡന്റ് മോഹനൻ നായരുടെ ആത്മഹത്യയ്ക്ക് ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. തുടർന്നാണ് ശശിയും രോഗബാധിതനായത്. ഇതോടെ പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ബാങ്കിൽ നിന്നും ലഭിച്ചില്ല. പോലീസ് കേസുമായി മുന്നോട്ടു പോയെങ്കിലും പരിഹാരമുണ്ടായില്ല. ഇതോടെയാണ് ആത്മഹത്യ ഉണ്ടായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇനി എന്തെന്നുള്ള ആ ചോദ്യം തന്നെയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത്രമാത്രം അവനവന്റെ രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയതാണ്, അല്ലാതെ ആരുടെയൊന്നും ഒന്നുമല്ല. ഇതിനിടെ ആനാട് ശശിക്ക് അർബുദമാണെന്നും ഇതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നും പ്രചാരണമുണ്ടായി. എന്നാൽ ഇത് തെറ്റാണെന്നും കുടുംബം പറയുന്നു. ക്യാൻസർ എന്നുള്ള രോഗമല്ല അദ്ദേഹത്തിന്റെ മരണം കാരണം. അദ്ദേഹത്തിന്റെ മരണ കാരണം ആ സൊസൈറ്റിയിൽ ഇട്ട പൈസ തിരിച്ച് കിട്ടാത്തതിൻ്റെയും അതിൻ്റെ ആധി, അതാണ് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കടുങ്കൈക്ക് മുതിർന്നത്. ശശിയുടെ മരണവുമായി ബന്ധപ്പെട്ട നുണപ്രചാരണങ്ങൾ പലതുമുണ്ടായി. തനിക്കും +1 വിദ്യാർത്ഥിയായ മകൾക്കും മനോവിഷമം വർദ്ധിപ്പിക്കുന്ന വിവാദങ്ങൾ അവസാനിപ്പിച്ച നിക്ഷേപത്തുക എത്രയും വേഗം തിരികെ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.